എൻ്റെ പേര് ഡോക്ടർ നിഷ്മ. ഞാൻ MES മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടറാണ്. ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. സ്ത്രീകളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ 8 സ്ത്രീകളിൽ ഒരു സ്ത്രീയിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ 29 ഒരു സ്ത്രീയിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ഏതെല്ലാം സ്ത്രീകളിലാണ് കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നത്? ആർത്തവം നേരത്തെ തുടങ്ങുന്ന സ്ത്രീകളിൽ, ആർത്തവം ലേറ്റായി അവസാനിക്കുന്ന സ്ത്രീകളിൽ, മക്കൾ ഉണ്ടാവാത്ത സ്ത്രീകളിൽ, മുലയൂട്ടാത്ത സ്ത്രീകളിൽ, ഫാമിലി ഹിസ്റ്ററി ഉള്ള, അതായത് വീട്ടിൽ സഹോദരിമാർക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള സ്ത്രീകളിലൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത്. ഞാൻ ഡോക്ടർ ജോയ്സി, MES ആശുപത്രിയിലെ ജനറൽ സർജൻ. എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ? മാറിന്റെ ആകൃതിയിലോ വലിപ്പത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മാറിലെ മുഴകൾ, പ്രത്യേകിച്ച് വേദന ഇല്ലാത്ത മുഴകൾ, കക്ഷത്തിലെ മുഴകൾ, മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ മുലക്കണ്ണിൽ നിന്നും രക്തം കലർന്ന നീര് വരിക എന്നിവയൊക്കെയാണ്. സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞൊരു 10ാമത്തെ ദിവസം സ്വയസ്ഥന പരിശോധന ചെയ്യേണ്ടതാണ്. അതായത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ വിരലുകൾ കൊണ്ട് മാറും കക്ഷവും പരിശോധിക്കണം. ഇനി എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ തീർച്ചയായും ഒരു സർജനെ സമീപിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ പ്രകാരം 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ അൾട്രാസൗണ്ട് സ്കാനും 40 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകളിൽ മാമോഗ്രാം പരിശോധനയും ചെയ്തു നോക്കണം. ഞാൻ ഡോക്ടർ ഷാന, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടറാണ്. ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിനായി മുഴയിൽ നിന്നോ കഴലിൽ നിന്നോ കുത്തിപ്പരിശോധന നടത്തേണ്ടതാണ്. ഇതിൻ്റെ റിസൾട്ടിനനുസരിച്ച് തുടർന്ന് CT സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളെ ഡിസീസ് ഏത് സ്റ്റേജിലാണെന്ന് കണ്ടെത്താൻ സഹായിക്കും. ഡിസീസ് ഏത് സ്റ്റേജിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് തുടർ ചികിത്സകൾ നടത്തുന്നത്. ഇതിനായിട്ട് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ മാറ് നിലനിർത്തിക്കൊണ്ട് തന്നെ സർജറി ചെയ്യുക, കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി, അല്ലെങ്കിൽ മാറ് മുഴുവനായി എടുത്തു മാറ്റി മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന പ്രൊസീജിയറാണ് നമ്മൾ ചെയ്തു വരുന്നത്. മുൻകാലങ്ങളിൽ മാറ് മുഴുവനായിട്ട് എടുത്തു മാറ്റി MRM എന്ന പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അവൈലബിൾ ആണ്. അതാണ് നമ്മളിപ്പോൾ ജനറൽ സർജറി വിഭാഗത്തിൽ കൂടുതലായും ചെയ്യുന്നത്. തക്ക സമയത്ത് നിർണ്ണയിക്കുകയാണെങ്കിൽ മുഴുവനായി മാറ്റാവുന്ന ഒരു രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ.